ഹായ് ഓൾ, നമുക്കിന്ന് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് സംസാരിച്ചാലോ? വരൂ. കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരിഷ്കൃതമായ രീതിയും ശൈലിയും സമന്വയിപ്പിച്ച് ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച ഇറ്റാലിയൻ ഡോക്ടറായിരുന്നു മരിയ മോണ്ടിസോറി. വനിതാ വിമോചന പ്രവർത്തകയും തത്വചിന്തകയും ശാസ്ത്രജ്ഞയും ചികിത്സകയുമായിരുന്ന മോണ്ടിസോറി 1870 ഓഗസ്റ്റ് 31 ജനിച്ചത്. 1952 മെയ് 6 അന്തരിച്ചു. ഇറ്റലിയിലെ ചൈരാവല്ലയിലായിരുന്നു ജനനം. നെതർലാൻഡിലെ നൂഡ് വീക്ക് ആൻസിയിലായിരുന്നു അന്ത്യം. സ്വാതന്ത്ര്യവും വ്യക്തിഗതവുമായുള്ള സ്വാധ്യായനത്തിൽ കൂടി മാത്രമേ വിദ്യാഭ്യാസം സാധ്യമാകൂ എന്നതാണ് മോണ്ടിസോറിയുടെ അടിസ്ഥാന സിദ്ധാന്തം. കുട്ടികളുടെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രബോധനോപകരണങ്ങൾ യഥേഷ്ടം കൈകാര്യം ചെയ്ത് സ്വാധ്യായനം നടത്തുന്നതിനുള്ള സാഹചര്യമാണ് മോണ്ടിസോറി സ്കൂളിൽ നൽകുന്നത്. വിദ്യാഭ്യാസ രീതിയിൽ മോണ്ടിസോറി ചില പുതിയ തത്വങ്ങൾ കൊണ്ടുവന്നു. 3 വയസ്സു മുതൽ ശാസ്ത്രീയമായ പഠനം ആരംഭിക്കണം. കുട്ടികൾക്ക് അനുയോജ്യമായ പഠനോപകരണങ്ങൾ ആവശ്യമാണ്. കുട്ടികളെ പ്രകൃതിയോട് സമന്വയിപ്പിച്ച ഒരു പഠനരീതി ആവിഷ്കരിക്കുക എന്നിവയായിരുന്നു അവയിൽ ചിലത്. ഈ വിദ്യാഭ്യാസ രീതി പിന്നീട് മോണ്ടിസോറി രീതി എന്നറിയപ്പെട്ടു. സ്വാനുഭവത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടാണ് മോണ്ടിസോറി പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത്. ഇത് 30കളിലും 40കളിലും ലോകത്ത് പല ഭാഗത്തും അംഗീകരിക്കപ്പെട്ടു. ചെറിയ ചില വിമർശനങ്ങളും മോണ്ടിസോറിക്ക് നേരിടേണ്ടി വന്നിരുന്നു. മുസോളിനി 2ാം ലോക മഹായുദ്ധകാലത്ത് മറിയ മോണ്ടിസോറിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു. കുട്ടികളെ യുദ്ധത്തിൽ ചേർക്കുന്നത് തടഞ്ഞതുകൊണ്ടും സ്വന്തം ആദർശങ്ങളിൽ നിന്നും വിട്ടുമാറാൻ വിസമ്മതിച്ചതുകൊണ്ടുമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.